ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഓണം സീരീസ് 2025 ഏതാണ്ട് ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ പായസം എന്ന് പറയുമ്പോൾ ഇതും ഒരു പാൽപ്പായസം സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു പാൽപ്പായസം, അതായത് ആൾക്കാർക്ക് ഒരുപാട് കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഈ ഒരു വൈറ്റ് കളറിലെ പായസമാണ്. മധുരം എന്താ പറയുക, ശർക്കരയെക്കാട്ടിലും പഞ്ചസാര പാൽ ആ കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും ഞാൻ രണ്ടാമത്തെ പായസമായിട്ട്, ഇപ്പോൾ ടോഫി പായസത്തിനെ വല്ലാതെ ആരുമില്ല കേട്ടോ, ടോഫി വേർമിസിലി, എങ്കിലും ഇത് മറ്റൊരു മനോഹരമായ പായസമായിരിക്കും. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പായസങ്ങളിൽ നിന്നും കുറച്ച് കടമെടുത്തിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്. അതായത് ചെറുപരിപ്പ് എടുക്കുന്നുണ്ട്, പഴമുണ്ട്, പഴപ്രഥമനിലെ പഴവും ചെറുപരിപ്പ് പ്രഥമനിലെ ചെറുപരിപ്പും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊന്നൊരു പായസം ഉണ്ടാക്കണം. അപ്പോൾ ചെറുപരിപ്പ് പഴം പാൽ പായസം എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇത് കുറേ വർഷം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് മാജിക് അവനിൽ. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവണം എന്നില്ല, കുറേ പേര് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ മറന്നു പോയിട്ടും ഉണ്ടാകും. എന്തായാലും നമുക്കത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ ചെറുപരിപ്പ് ഒരു അരക്കപ്പെടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് വയ്ക്കുക. പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ഉപയോഗിക്കാം. ഓക്കെ, ഇത് പഞ്ചസാരയിലാണ് ചെയ്യുന്നത്, ശർക്കരയല്ല. ഇത് നിങ്ങൾക്ക് ശർക്കരയിലും വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ പഞ്ചസാരയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ട്രഡീഷണലായിട്ട് നമ്മൾ എപ്പോഴും കഴിക്കുന്ന പായസത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ചിന്തിക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പല പല പായസങ്ങൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ ഓണത്തിന്. അതിൽ ഒരു പായസമായിട്ട് വിചാരിക്കുക ഇത്. അപ്പോൾ കോസ്റ്റ്യൂം കഴിഞ്ഞ പായസത്തിൻ്റെ സമയത്തിട്ടതും ഇതും എല്ലാം ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ കളക്ഷനിൽ വരുന്നതാണ്. ബാലരാമപുരം കേരള ഹാൻഡ്ലൂംസിൽ നിന്ന് ഇപ്രാവശ്യം മേടിച്ചതാണ് ഈ ഒരു സെറ്റ് മുണ്ടും. അതുപോലെ ടോഫി സേമിയ പായസത്തിനിട്ടതും അത് തന്നെയാണ്. ഞാൻ പറയാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കേട്ടോ. ഇത് അമ്മയുടെ കമ്മൽ മാലയൊക്കെ തന്നെയാണ് അമ്മ തന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ എൽബോ സ്ലീവ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, റോയൽ ബ്ലൂ. ഓക്കെ, ഇനി തുടങ്ങാം. അതായത് ആദ്യം ഒരു അരക്കപ്പ് ചെറുപരിപ്പ് ഒന്ന് വറുക്കണം, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വേവിച്ച് മാറ്റണം. അത് ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. പാത്രം ചൂടായി ചെറുപരിപ്പ് അരക്കപ്പ് വറുത്തെടുക്കുക. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നവരെ, അതായത് ഭയങ്കര കളർ മാറരുത്, പക്ഷേ മൂക്കവും വേണം, സ്മോൾ ഗോൾഡൻ. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകണം, വറുത്തിട്ട്. എന്നിട്ട് ഇതിപ്പോൾ അരക്കപ്പ് ചെറുപരിപ്പാണ്, ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം കുക്കറിൽ. ചെറിയ മൂത്ത മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കുറച്ചായി. ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. നമ്മൾ ഈവനായിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നാൽ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ മൂത്ത് കിട്ടും. അങ്ങനെ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. നല്ല മണം ഓഫ് ചെയ്യുന്നു. ഇനി ഇത് പാത്രത്തിൽ തന്നെ വെക്കരുത്, ചട്ടിയിൽ. കാര്യം ചട്ടി നല്ല ചൂടായിരിക്കണം, അപ്പോൾ കൂടുതൽ ഇരുന്നാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളത് കഴുകി കുക്കറിലേക്ക് മാറ്റും. എൻ്റെ കുടുംബം വീണ്ടും എത്തി. ഞാൻ പറഞ്ഞു എല്ലാം ഒരു ദിവസം എടുത്തില്ല, 2 ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ ഡ്രസ്സ് മാറി വന്നു, കൂടെ സെയിം ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ അമ്മി പായസം എല്ലാം കഴിച്ചിട്ട് അമ്മമ്മ അടുത്ത പരിപാടി തുടങ്ങി. അപ്പോൾ മോൾക്ക് കുക്ക് ചെയ്യണം. ഓക്കെ, മോൾ കുക്ക് ചെയ്തോളൂ. ഉരുളിയിൽ. യെസ്, യു ക്യാൻ കുക്ക്. എങ്ങനെ കുക്ക് ചെയ്യും മോള്? ഇളക്കി കൊടുക്കും. യെസ്, എന്നെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ കുടിച്ചു. ഓ അമ്മാമ്മയ്ക്കും ആ ഓക്കെ, അമ്മാമ്മയ്ക്ക് തരുമോ? ഓയ്യോ, യെസ്. ഇനി മോള് ഓക്കെ, ഇനി അമ്മാമ്മയ്ക്കാണോ? ഓക്കെ, തരൂ. ടേസ്റ്റി, യമ്മി. ഇതാ പരിപാടി. ഓക്കെ, കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് ചെറുപരിപ്പ്. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഓ പിന്നെ മോള് കഴിച്ചു. ഞങ്ങൾ ഭയങ്കര ആക്ടിങ്ങാ. മോൾ ടേസ്റ്റി, യമ്മി. ഓക്കെ 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 ഓക്കെ. ഭയങ്കര കുക്കിങ്. നന്നായി പഴുത്ത ബനാനയാണിത്, നന്നായി പഴുത്ത പഴം, നേന്ത്രപ്പഴം. അതാണ് ഏറ്റവും നല്ലത്. ഈ നടുക്കുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ 2 ഏത്തപ്പഴം, അകത്തെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു നാരൊക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലോ കറുത്തിട്ട്, അതൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. റെഡി. പഴം നുറുക്ക് റെഡിയാണ്. ഒരു 2 കവർ, അതായത് 1 ലിറ്റർ പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, പശുവും പാല്. ഇനി അടുപ്പ് കത്തിച്ച് ഉരുളി അടുപ്പിലേക്ക് വയ്ക്കും. ചെറുപരിപ്പ് വെന്ത് റെഡിയായിരിക്കുവാണ്, ഞാൻ കുക്കർ തുറന്നിട്ടില്ല.
ഉരുളി ചൂടായി തുടങ്ങി. ഇനി ഒരല്പം നെയ്യിട്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണിൻ്റെ ആകാം. നെയ്യ് ചൂടായിട്ടുണ്ട്. പഴം നുറുക്കിയത്, നേന്ത്രപ്പഴം 2 എണ്ണമാണ്. ഇപ്പോൾ നന്നായിട്ട് ഓവർ റൈപ്പ് പഴമാണ് കേട്ടോ, അങ്ങനത്താണ് നല്ലത്. നല്ലതായിട്ട് വെന്തിങ്ങനെ കുഴഞ്ഞ് വരും. പഴം ഞാൻ പറഞ്ഞല്ലോ ഓവർ റൈപ്പ് ആണെങ്കിൽ ബെസ്റ്റ്. വാടി തുടങ്ങിയപ്പോൾ തന്നെ കുറച്ചുകൂടെ ഒന്ന് വാടട്ടെ. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ, കുഴഞ്ഞു വരുന്നു. ചെറുതായിട്ടൊന്ന് വാടി മൂത്തു, ഇങ്ങനെ കുഴഞ്ഞു വരുന്നൊരു പാകമായി. ഇനി ഇതിലേക്ക് ഉടഞ്ഞു തുടങ്ങി, കാണുന്നുണ്ടല്ലോ, ഒക്കെ തന്നെ ഉടഞ്ഞുടഞ്ഞ് വരും. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപരിപ്പ് തീരൽപ്പം കുറയ്ക്കുന്നു. ഇത്ര ഇങ്ങനെ ഇങ്ങനെ ഒരു ലൂസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെ 2 കപ്പ് വെള്ളവും 1/2 കപ്പ് വറുത്ത ചെറുപരിപ്പ്. ചെറുപരിപ്പും പഴവും കൂടിയുള്ളൊരു മിശ്രിതമായിട്ട് മാറും, കാണുന്നുണ്ടല്ലോ. ചെറുപരിപ്പ് അല്പം കൂടി ഉണ്ട്. ഇനി ഈ ഒരു കോമ്പിനേഷൻ പഴമൊക്കെ വെന്തുടഞ്ഞ പരിപ്പിൻ്റെ കൂടെ ചേരട്ടെ. ഓൾറെഡി ഉടഞ്ഞു തുടങ്ങി. ഇനി നിങ്ങൾക്ക് കാണാമല്ലോ, അതെ, നോക്കിക്കോളൂ. ഈ ഒരു രീതിയിലേക്ക് ആയി കഴിഞ്ഞു. പഞ്ചസാര 3/4 കപ്പ്. അപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് ലൂസാകും. കുറച്ച് നെയ്യും കൂടി ഈ സ്റ്റേജിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പഴം വറുത്തിയപ്പോൾ ഇങ്ങനെ ഇതിലൊട്ടി പിടിക്കുന്നതാണ്, വേറൊന്നുമല്ല. അത് കുഴപ്പമില്ല. പഴത്തിൻ്റെ ഒരു മൊരിയുന്നതിൻ്റെ ആ ഒരു കളറാണ്. ആദ്യം നമ്മൾ പഴം വറുത്തില്ലേ, ആ സമയത്ത് അതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുത്താൽ മതി. കുറച്ച് പഴത്തിൻ്റെ പീസസ് ഇങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചതഞ്ഞ് കിടക്കില്ലേ, അതുപോലെ കിടക്കും. അത് വേണം. കംപ്ലീറ്റ് ഉടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. കുറച്ചിങ്ങനെ പീസസായിട്ട് അങ്ങനെ ഈ ഒരു രീതിയാണ് വേണ്ടത്. അപ്പോൾ മധുരം ഇപ്പം ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത്. നോക്കാം നമുക്ക് ഇതെങ്ങനെ ശരിയായി വരട്ടെ. ഇനി തീ അല്പം കൂട്ടി കൊടുക്കാം. ഇത് കൈയെടുക്കാണ്ട് ഇളക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വരണ്ട് വരും. പഞ്ചസാരയായിട്ട് യോജിച്ച് ഇപ്പോൾ നല്ല അത്യാവശ്യം ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ അളവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് ചേർക്കാം. ആ പഴം നല്ല റൈപ്പാണെങ്കിൽ അത് മതി. പുളിയൊക്കെ ഉള്ള പഴമാണെങ്കിൽ 1 കപ്പ് വരെ വേണമെങ്കിലും ആകാം. ഇങ്ങനെ പാലൊന്ന് ചൂടായ പാലായി, അതായത് തിളപ്പിച്ച ഒരു ചെറിയ ചൂടുള്ള പാൽ, ഒരുപാട് ചൂടല്ല, ചെറു ചൂട്. എന്ത് മോളെ, എന്തിടാ ഭാവി, ഓഹോ, അയ്യോ ഇത് കുഞ്ഞു വാവ ഇങ്ങനെ വിട്ട് വരുന്ന പോലെ ആയിക്കൊണ്ടിരിക്കുന്നു, കാണുന്നുണ്ടല്ലോ. ഈ ഒരു സ്റ്റേജിലേക്ക് അപ്പോൾ ഇച്ചിരി, അപ്പോൾ ഇതുവരെ ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് പിന്നെ നെയ്യ് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെറിയ ചൂടുള്ള പാലെങ്കിലും ആയിരിക്കണം. തണുത്ത പാല് വേണ്ട. തീ ഒന്ന് കുറയ്ക്കട്ടെ. ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കും. കാര്യം ഇത് നല്ല ചൂടാണ്. അപ്പോൾ പാലും അതുപോലെ തന്നെ അത്യാവശ്യം ചൂട് വേണം. തണുത്ത പാൽ ഒഴിച്ചാൽ അത് ശരിയാവില്ല. ഇതിപ്പോൾ ഞാനൊരു 1 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതനുസരിച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നല്ല കുറുകിയ പാകമായി കഴിഞ്ഞു. ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി കുറച്ച് പാലും കൂടി ഉണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. 1 കപ്പ് ഇത് പാൽപ്പൊടിയാണ്. ഇതിനകത്തേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു തിക്കായിട്ടുള്ളൊരു കുറുകിയ പാലുണ്ടാക്കാം. പാൽപ്പൊടിയിലുള്ള പാല്. അപ്പോൾ നമ്മുടെ പഴം ചെറുപരിപ്പ് പായസം, പാൽപ്പായസം ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തിളയ്ക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്.
പിന്നെ കട്ടിപ്പാൽ നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഒന്നാം പാൽ രണ്ടാം പാൽ ആ കണക്കില്ല, അവസാനം നമ്മൾ ഒന്നാം പാൽ കൊണ്ടല്ലേ ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ ഇതിലേക്ക് ഞാൻ പാൽപ്പൊടിയാണ് ഏതാണ്ട് ഒരു ഒന്നാം പാലിൻ്റെ അളവിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം 1/4 കപ്പോളം പാൽപ്പൊടി എടുക്കാം. ഓക്കെ, മിൽക്ക് പൗഡർ. അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഏതാണ്ട് 1 കപ്പുണ്ട്. അപ്പോൾ പശുവും പാൽ ഞാനിപ്പോൾ ഇതുവരെ ഒഴിച്ചത് ഒരു 3/4 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 ലിറ്ററിന് ഞാൻ 4 കപ്പ് ഉണ്ടാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്, പശുവിൻ പാൽ. നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് തിള വരാറായി. തിള വന്നു തുടങ്ങി. ഇതേ നോക്കി. ഇത് ഇപ്പോൾ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. പക്ഷേ ഇതിനെ കുറച്ചുകൂടി റിച്ച് ആൻഡ് ക്രീമി ആക്കുന്നത് നമ്മുടെ ഒന്നാം പാൽ പോലെ പാൽപ്പൊടിയാണ്, കുറുകിയ പാൽപ്പൊടിയാണ് ഒഴിക്കുന്നത്. കുറുകിയ പാൽപ്പൊടി കലക്കിയ പാൽ. അപ്പോൾ നന്നായിട്ട് തിള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു കുറുകിയ കൺസിസ്റ്റൻസിയാണ്. ഇനി നമ്മുടെ ആ ഒരു കുറുകിയ മിൽക്ക് പൗഡർ കലക്കിയ പാൽ. യെസ്, ഇത് ഓഫ് ചെയ്യുന്നു. കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ പഴം ചെറുപരിപ്പ് പാൽപ്പായസം. ഒന്നുമില്ല, നല്ല കുറുകിയ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ വറുത്തിടണം. അതിന് മുന്നേ ഏലക്ക പൊടിച്ചതിടാം. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർക്കാം. എന്താ മണം, പായസത്തിൻ്റെ മണം. കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പഴം ചെറുപരിപ്പ് പാൽപ്പായസം ഇസ് റെഡി. ഇനി ഞാൻ പറഞ്ഞോളൂ, ഇനി അണ്ടിപ്പരിപ്പ് കിസ്മിസ് വറുത്തിടണം. ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞു, നല്ല പായസത്തിൻ്റെ മണമുണ്ട്. ഇനി വേണ്ടത് കുറച്ച് നെയ്യിൽ. അപ്പോൾ ഇതുവരെ നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കഴിഞ്ഞു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി ഞാനിപ്പോൾ 50 ഗ്രാം അണ്ടിപ്പരിപ്പും 50 ഗ്രാം കിസ്മിസും വറുത്തിടാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം, 25 ഗ്രാംസ് തൊട്ട് ഇടാം, കൂടുതലിടുന്നതേ ഉള്ളൂ. പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കട്ടെ. നന്നായിട്ട് ചൂടാകട്ടെ. ഉരുകി തുടങ്ങി, നെയ്യ് ചൂടായി തുടങ്ങി. അണ്ടിപ്പരിപ്പ് ധാരാളം 50 ഗ്രാംസ്. ചെറുതായി ഒന്ന് കളർ മാറി തുടങ്ങട്ടെ, എന്നിട്ട് കിസ്മിസും കൂടി ചേർക്കാം. കളർ മാറി തുടങ്ങി. ഇനി കിസ്മിസും കൂടി ചേർത്ത് കഴിയും. കിസ്മിസ് ഇങ്ങനെ ബൾബായി മാറണം. അത് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ ബൾബായിട്ട് വരും, കണ്ടോ എക്സ്പാൻഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാൻ. പെട്ടെന്ന് എല്ലാം മുരിഞ്ഞ് കിട്ടും. കളറെല്ലാം ഏതാണ്ട് ഗോൾഡനായി. നോക്കൂ, കറക്റ്റായി വരും. മതി, തീ ഓഫ് ചെയ്യാം. ആ നെയ്യോട് കൂടി. യെസ്, വാവ്, അടിപൊളി. ഇത് കാണാൻ എന്ത് രസമാണ്, സോ ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഒരു തിളയ്ക്കുന്ന ഒരു ഇത് കഴിഞ്ഞു. ഞാനൊരു പാൽപ്പായസം വെറൈറ്റി റെഡിയായി കഴിഞ്ഞു. പഴം ചെറുപരിപ്പ് പാൽപ്പായസം. അതേ നോക്കി ഞാൻ ഇളക്കാൻ പോകണേ. അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തു. വാവ്, ഓക്കെ, യെസ്, അടിപൊളി ടേസ്റ്റാണ്. ഒരൽപ്പം എടുക്കട്ടെ, നിങ്ങൾക്ക് ടേസ്റ്റ് അറിയണമല്ലോ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ സ്ക്രീനിലൂടെ എനിക്ക് തൊടാൻ പറ്റില്ലല്ലോ. പഴത്തിൻ്റെ സ്വാദുമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പഴം കടിക്കാനും കിട്ടുന്നുണ്ട്. ചെറുപരിപ്പും പാലും എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഇങ്ങനൊരു പാൽപ്പായസം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു.
ഫുഡ് അറിഞ്ഞിട്ടില്ല. ഇവിടെ യമ്മി എന്ന് പറഞ്ഞ് വരുമല്ലെങ്കിൽ, പക്ഷെ ഇന്ന് മതി. കാര്യം സ്വീറ്റ് അങ്ങനെ ഒരുപാട് കൊടുക്കാൻ പാടില്ലല്ലോ. നമ്മുടെ ടോഫി പായസം കഴിച്ച തന്നെ ആൾ റെഡിയാണ്. ഇതിനി നാളെ കൊടുക്കാം. ഇതിനി നമ്മൾ ഇന്ന് തീരാത്ത നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിറ്റേ ദിവസം നമുക്ക് വേണമെങ്കിൽ റീഹീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അല്ല തണുത്തതായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ ഇത് നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തണുപ്പിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ചൂടാക്കി കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളുടെ ഓണസദ്യയുടെ ഭാഗമാകാനായിട്ട് ഏതെങ്കിലും ഒരു ദിവസം വേണമെങ്കിൽ ഈ ഒരു പാൽപ്പായസവും തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇപ്രാവശ്യത്തെ ടോട്ടൽ കൺക്ലൂഷൻ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല നല്ല കമൻറ്റ്സ് ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കേട്ടത് എൻ്റെ സാരിയുടെ എന്താ പറയുക സെറ്റ് മുണ്ടിൻ്റെയും ബ്ലൗസിൻ്റെ ഈ കൈയുടെ കാര്യമാണ്. എൽബോ സ്ലീവ്. സന്തോഷം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സീസണിൽ മാക്സിമം അത് ഇടാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കുറേ എൽബോ സ്ലീവിലെ ബ്ലൗസ് തെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി സാരീസിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇടാമല്ലോ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ആഭരണങ്ങളാണെങ്കിലും അനുക്കുട്ടിയുടെ ആഭരണം എന്ന് പറയുന്ന ഓൺലൈൻ സ്റ്റോറ്, അതിൽ നിന്നും എനിക്ക് സ്പോൺസേഡായിട്ട് ഞാൻ മാലയും തേടുന്നുണ്ട്. പിന്നെ അമ്മ തന്ന കമ്മലും എൻ്റെ അമ്മ തന്ന മാലയിടുന്നു. കേരള ഹാൻഡ്ലൂംസിന് ഒരു ബിഗ് താങ്ക്സ്. ബാലരാമപുരത്ത് അവരും അവരുടെ വസ്ത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അനുക്കുട്ടിക്ക് ഒരു ബിഗ് താങ്ക്സ്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് എന്നെ സന്തോഷത്തോടു കൂടി രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് നമ്മുടെ വിഭവങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു ചേച്ചി എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ്, ഭയങ്കര സന്തോഷം. മനസ്സിൽ നിന്ന് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ തരുന്ന ആ ഒരു പ്രോത്സാഹനം കമൻസിലൂടെയും വാക്കുകളിലൂടെയൊക്കെ ഞാൻ എല്ലാം കഴിയുന്നിടത്തോളം ഞാൻ മറുപടി കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീടാണെങ്കിലും ഞാൻ മറുപടി തരും. കുറച്ച് തിരക്കുണ്ടെന്ന് അറിയാമല്ലോ. ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോണത്. എന്തായാലും ഈ ഒരു സീസൺ 2025 നമ്മുടെ 7ാമത്തെ ഓണം സീരീസാണ്. ഞാൻ യൂട്യൂബ് എന്നുള്ള എൻ്റെ ജേർണി തുടങ്ങിയതിന് ശേഷമുള്ള 7th ഓണമാണ് ഓണം സീരീസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. പിന്നെ എല്ലാവരോടും സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഓണം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി നല്ല എന്താ പറയുക സമ്പൽ സമൃദ്ധിയുടെ ദിവസങ്ങളാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മളെപ്പോലെ അത്രയും ഭാഗ്യമില്ലാത്ത ഹതഭാഗ്യരായിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അവർക്ക് വേണ്ടിയും കൂടി എന്തെങ്കിലുമൊക്കെ ഓണക്കോടിയായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ കൊടുക്കാൻ സാധിച്ചാൽ അതും നല്ലൊരു പുണ്യകർമ്മമായിരിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെയും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലിയെങ്കിലും. പിന്നെ അല്ലെങ്കിൽ ഓർഫനേജസ് ഉണ്ട്, ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്, ഒരുപാട് അച്ഛനമ്മമാർ മക്കൾ നോക്കാണ്ട് കൊണ്ട് വിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് അനാഥാലയങ്ങളുണ്ട്, പേരൻസ് ഇല്ലാത്ത കുട്ടി. അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു സമയത്തെങ്കിലും ഒരു ഡൊണേഷനായിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലൊരു പുണ്യകർമ്മമായിരിക്കും. നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം നമ്മൾ പുതുവസ്ത്രങ്ങളും നല്ല ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാലോ നല്ല കാര്യമല്ലേ. അങ്ങനെ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിക്കുക. അത് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും എൻ്റെയും കുടുംബങ്ങളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും വിഷസ്. എൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും എഡിറ്ററാണെങ്കിലും ക്യാമറ പേഴ്സൺസ് ആണെങ്കിലും എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഓണാശംസകൾ അത് അറിയിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.